ഹലോ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കുറുമയാണ് കേട്ടോ. ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം അതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഒരു 3/4 കിലോ മട്ടൻക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു, 2 ഏലക്കായി, ഇതൊരു 10-30ഓളം ചെറിയുള്ളി ഉണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഒരു 2 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുരുമുളക് നമ്മുടെ എരിവിനൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരൊറ്റ മസാലപ്പൊടി മതി ഇതിലേക്ക്. അതാണ് ഇതിൻ്റെ റിയൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് തേങ്ങൻ്റെ 2ാം പാലാണ്. ഈ പാലിലാണ് ഈ മട്ടൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ മട്ടൻ ഇവിടെ റെഡിയായി. ഇനി വേണ്ടത് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു സവാളയുടെ ഒരു ചെറിയ കഷ്ണം മാത്രം മതി. അതുപോലെ തന്നെ ഒരു 10-18 അണ്ടിപ്പരിപ്പ്. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതേനി കേട്ടോ. വെള്ളത്തിൽ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ്. പിന്നെ ഞാൻ നമ്മളുടെ എരിവ് നോക്കിയപ്പോൾ കുറച്ചും കൂടി കുരുമുളക് വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഈ ഉള്ളിയിലേക്ക് ഇട്ടിട്ട് കുരുമുളകും എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തു. ഇനി നന്നായിട്ട് അത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് നമ്മളെ ഈ മട്ടനിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുക. ഇതൊരു ചെറിയ തക്കാളിയാണ് കേട്ടോ. തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും മല്ലിച്ചപ്പ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും ഒന്നും കൂടി വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതൊക്കെ റെഡിയായി കഴിഞ്ഞതിന് ശേഷം മാത്രം തേങ്ങൻ്റെ 1ാം പാല് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കിടിലൻ മട്ടൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറാണ് ഇതിൻ്റെ ഏറ്റവും സൂപ്പർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. എന്തിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളി തന്നെയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ.